നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൊബൈൽ ഷോപ്പിലെ ഉപയോഗശൂന്യമായ മൊബൈൽ സ്ക്രീൻ ഗാർഡിന്റെ പശയിൽ ഒട്ടിപ്പിടിച്ച് അണലിക്കുഞ്ഞ്. വളരെ നടുക്കുന്ന ഒരു വാർത്ത കാഴ്ചയാണിത്. അണലിക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തി മാർക്കറ്റ് റോഡിൽ CP റയീസിന്റെ മൊബൈൽ കടയിലാണ് ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ മൊബൈൽ സ്ക്രീൻ ഗാർഡിന്റെ പശയിൽ ഒട്ടിപ്പിടിച്ച നിലയിൽ അണലിക്കുഞ്ഞിനെ കണ്ടെത്തിയത്. മൊബൈലിൽ നിന്നും ഇളക്കി മാറ്റിയ സ്ക്രീൻ ഗാർഡിലെ പശയിൽ അണലിക്കുഞ്ഞ് ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. ജീവനുണ്ടെന്ന് കണ്ടു. ഇതിനെ തുടർന്ന് ജോലിക്കാരൻ തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം പാമ്പ് റെസ്ക്യൂവർ അനിൽ തൃച്ചംബരം സ്ഥലത്തെത്തി അണലിയെ രക്ഷിച്ചത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാമ്പിനെ പശയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഏറെ പരിശ്രമിച്ചു. അങ്ങനെ പരിശ്രമങ്ങൾക്കൊടുവിൽ പശയിൽ നിന്നും പൂർണ്ണമായും പാമ്പിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. തുടർന്ന് വനത്തിൽ പാമ്പിനെ തുറന്നുവിട്ടു. കണ്ണൂർ തളിപ്പറമ്പിലാണ് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത്. സ്ക്രീൻ ഗാർഡിൽ അണലിക്കുഞ്ഞ് ഒട്ടിപ്പിടിച്ചിരുന്നു എന്നത് പലർക്കും അത് നടക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ്. ഏറെ സമയത്തെ ശ്രമത്തിന് ശേഷമാണ് അണലിക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. കടയിലെ ജീവനക്കാരൻ കട തുറക്കാനായി എത്തിയപ്പോഴാണ് ഇളക്കി മാറ്റിയ സ്ക്രീൻ ഗാർഡിലെ പശയിൽ ഒട്ടിയ നിലയിൽ പാമ്പിൻ കുഞ്ഞിനെ കണ്ടെത്തിയത്. ജീവനക്കാരും മറ്റും പാമ്പിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. ആ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിക്കുകയും ഇത്തരത്തിൽ സ്നേക്ക് റെസ്ക്യൂവർ എത്തുകയും അതിനെ രക്ഷിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും പാമ്പിനെ തുറന്നുവിടുകയുണ്ടായി. എന്തായാലും കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന മാരക വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് അണലി. വളരെ അപകടകാരികളായ പെട്ടെന്ന് ആക്രമിക്കാനും വിഷം പ്രയോഗിക്കാനും സാധ്യതയുള്ളവയാണ്. അണലിയെ സൂക്ഷിക്കണം. അപകടകാരിയാണ്. ഒറ്റക്കടിയിൽ തന്നെ മരണം വരെ സംഭവിക്കാവുന്ന അത്ര മാരകമായ വിഷമാണ് അണലികൾക്കുള്ളത്. അണലികൾ വളരെ വേഗത്തിൽ ഇരയെ അല്ലെങ്കിൽ ശല്യപ്പെടുത്തുന്നവരെ ആക്രമിക്കാൻ കഴിവുള്ളവരാണ്. വീടിന്റെ പരിസരങ്ങളിലും കാടുപിടിച്ച സ്ഥലങ്ങളിലും കല്ലുകൾക്കിടയിലും ഇവ ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പാമ്പ് പിടുത്ത വിദഗ്ധരും അണലിയെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല പുറത്തിറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഇരുട്ടത്തോ കാടുകളിലോ നടക്കുമ്പോൾ ടോർച്ച് കരുതുക. വീടിന് ചുറ്റുമുള്ള പുല്ലുകൾ വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക. പാമ്പിനെ കണ്ടാൽ സ്വയം പിടിക്കാൻ ശ്രമിക്കാതെ പാമ്പ് പിടുത്ത വിദഗ്ധരെയോ വനംവകുപ്പിനെയോ അറിയിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.